നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഡേ 21 ലാലേട്ടന്റെ എപ്പിസോഡ് സൺഡേ. യെസ്, നെക്സ്റ്റ് വീക്ക് ലാലേട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ട്രാവലിംഗ് ആണ്. സോ വി വിൽ സീ നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ആരായിരിക്കുമെന്ന്. അതോ ലാലേട്ടൻ ഇനി വീഡിയോ കോൺഫറൻസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ ഒന്നും അറിയില്ല. വി വിൽ സീ ഹൗ ദ നെക്സ്റ്റ് വീക്ക് വിൽ ഗോ ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ ഓണം പ്രിപ്പറേഷൻസ് തുടങ്ങിയ നാട്ടില്. ഞാനിപ്പോൾ ചെന്നൈയിലാണ്. സോ ഐ ഗോണ മിസ് ഓണം ഡേയ്സ് ഇൻ കേരള. എനിക്കറിയാം, ലീവും കാര്യങ്ങളൊക്കെ സ്കൂളിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. സാരിയും മറ്റേ മുണ്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും മിസ് ചെയ്യും. ഇത്തവണ ഒരുപാട് മിസ് ചെയ്യും. ഇവിടെ ലീവൊന്നുമില്ല ചെന്നൈയിൽ. വി ഡോണ്ട് ഹാവ് എനി ലീവ് ഫോർ ഓണം. ബട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതിനെ ഒരുപാട് മിസ് ചെയ്യും ഇത്തവണ. അത് കഴിഞ്ഞ് നേരെ ഒരു പൂപ്പാട്ട്, രമ്യ നമ്പീശന്റെ ഒരു പാട്ട് അതിൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഷോയിൽ നിന്ന്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല. വി ഹാവ് മച്ച് ബെറ്റർ ഓണം സോങ്സ് ഇൻ മലയാളം ആക്ച്വലി. ഇത് ഓരോ പൂവിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പാട്ടാണെന്നാണ് പറയുന്നത്. ബട്ട് ഓവറോൾ ആ പാട്ട് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ എല്ലാവരും പൂക്കളത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൈപൊന്തിച്ചു. ബട്ട് എല്ലാവർക്കും ഒരു കറക്റ്റ് നെയിം, ഓരോ പൂക്കളുടെ നെയിം പോലും അറിയില്ല. നെവിനായാലും ജിസേലായാലും ഇവൻ ബിന്നി ആയി കഴിഞ്ഞാലും. സോ ദാറ്റ് വാസ് ഫണ്ണി. എന്ത് ചോദിച്ചാലും അത് പറയും കോntestants, ബട്ട് ദേ ഡോണ്ട് നോ 100% അബൌട്ട് ഇറ്റ് ആക്ച്വലി. അത് കഴിഞ്ഞ് നേരെ ലാലേട്ടൻ കോഫി പൗഡറിന്റെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ നടന്നു ലാസ്റ്റ് വീക്കിൽ നടന്നത്. അതായത് ജിസയിൽ അടിച്ചു മാറ്റി ഒളിപ്പിച്ചു വെച്ചത്. അതിന് മൂപ്പറള എക്സ്പ്ലനേഷൻ സ്റ്റിൽ സെയിം ആണ്. മൂപ്പറൾ ഭരണി മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചെന്ന് മൂപ്പറൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അടിച്ചു മാറ്റിയെന്ന് പറയുന്നില്ല. ആക്ച്വലി അത് അടിച്ചു മാറ്റിയത് തന്നെയാണ്. കോഫി കള്ളി. പിന്നെ ക്യാപ്റ്റൻസി, കഴിഞ്ഞൊരു 3 വീക്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു ഈ 3 വീക്കിൽ കണ്ടതിൽ ഏറ്റവും മോശം ക്യാപ്റ്റനായിട്ട് ആര്യനെ തോന്നിയത്. ഷാനവാസ് ഓൾസോ ടോൾ ദ സെയിം. ഈവൻ ഐ ഫെൽ ദ സെയിം. ഈ 3 വീക്കിൽ ക്യാപ്റ്റന്മാരെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും പുവർ ക്യാപ്റ്റനായിട്ട് എനിക്ക് തോന്നിയത് ആര്യനെ ആയിരുന്നു. വളരെ ഇമ്മച്വേർഡ്, പിന്നെ മാസ്ഡ് പേഴ്സണാലിറ്റി, പിന്നെ ഓവർ അഗ്രഷൻ, പിന്നെ ചെലിപ്പ് കൊണ്ടൊക്കെ അല്ലേ വലിച്ചെറിയല്. പിന്നെ ഇമ്മച്വാരിറ്റിയുടെ കിങ് ആണ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ അൺഹൈജീൻ ആൻഡ് ഡിസിപ്ലിൻ ഇല്ലായ്മ, മാനറിസം ഇല്ലായ്മ, പിന്നെ അൺഹൈജീനിക്. അതായത് മറ്റേ ബിയേർഡൊക്കെ മറ്റേ കിച്ചണിലെ നൈഫ് വെച്ചിട്ടൊക്കെയാണ് മൂപ്പറ ചെയ്തു തരുന്നത്. സോ ഈ 3 വീക്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പുവർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ആര്യൻ. ഐ ഹോപ്പ് ഹി ഇംപ്രൂവ്സ്. ദിസ് ഗെയിം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിസിക്കൽ ടാസ്ക്. അതുകൂടി ആര്യൻ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് പിന്നെ ശൈത്യയുടെ ലൈഫ് സ്റ്റോറിനെ കുറിച്ച് പറയാൻ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്താണ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്നാണ് ആര്യന്റെ എക്സ്പ്രഷൻ സ്റ്റിൽ. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. മൂപ്പറാൾ കളിയാക്കി തന്നെ ചിരിച്ചതാണ്. ഐ സ്റ്റിൽ സ്റ്റിക്ക് വിത്ത് ദാറ്റ്. കാരണം ആ ഒരു എപ്പിസോഡിൽ ആര്യൻ ആൻഡ് അപ്പാനി ശരത് ആ ബെഡിലെ കോൺവേഴ്സൺ പ്രൂവ്സ് ഇറ്റ്. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി ആര്യൻ അതിൽ കളിയാക്കി തന്നെ ചിരിച്ചതാ. പിന്നെ ചുമ്മാ പോയിട്ട് ആരും സോറി ഒന്നും പറയുന്നില്ലല്ലോ ശൈത്യൻ്റെ അടുത്ത്. ആര്യൻ സെഡ് സോറി ഓൾസോ. പിന്നെ ചപ്പൽ ത്രോനെ മറ്റേ ഒരു ഗഡ്സ് ഇതിൽ മൂപ്പറള് അഗ്രഷൻ കൂടിയിട്ട് ചപ്പൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ. അതിനുള്ളൊരു ബിഗ് വാർണിംഗ് ആൻഡ് പണിഷ്മെന്റ് കൊടുത്തു ലാലേട്ടൻ. പണിഷ്മെന്റ് ലാലേട്ടൻ കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലെ എവിക്ഷൻ നോമിനേഷനിൽ ഡയറക്റ്റ് എൻട്രി. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ആര്യൻ ഉണ്ടാവും എവിക്ഷൻ നോമിനേഷനിൽ. അതുകൊണ്ട് ജയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഡിസ്കഷൻ ചെയ്തത് ഷാനവാസിന്റെ നോട്ടം ശരിയല്ല ഫോർ അക്ബർ ഓൺ ജിസേൽ. ഇപ്പോൾ മൂപ്പറാൾ വാക്ക് മാറ്റി, ആകെ ചമ്മിപ്പോയി ഷാനവാസ് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ നൽകണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ റെന ഫാത്തിമനെ കുറിച്ച്, ഈ പ്രായത്തിൽ ബോയ് ഫ്രണ്ട് എന്താ പറയുക, മൂപ്പറാള് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർട്ടി കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് സീരിയൽ അല്ലാന്ന് ഷാനവാസ് മനസ്സിലാക്കണം. അത് പിന്നെ ഇതിലത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ നെവിൻ ആ പാരഡി സോങ്, ദാറ്റ് വാസ് ടു ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ ബിന്നിനെ കുറിച്ചായാലും സാരിക KP, ഷാനവാസ്, സ്റ്റാർട്ടഡ് വിത്ത് ആര്യൻ, നല്ല പാരഡി സോങ്. വെൽ ഡൺ അക്ബർ, ഗുഡ് വൺ.
അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോർഡ്, ഒരു ചെറിയ ടാസ്ക്, അതായത് ഓരോ പേര് ടൈറ്റിൽ ഉണ്ടാവും, അത് ഓരോ ആൾക്കാർക്ക് അസൈൻ ചെയ്യണം. എന്നിട്ട് അത് ഓരോ കോണ്ടസ്റ്റൻസ് വന്നിട്ട് ടിക്ക് ഇടണം, എന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് കിട്ടും. ഒരു മുട്ട പോലത്തെ ഒരു തലയിൽ വെക്കുന്ന ഒരു സാധനം കിട്ടും, അത് ബിഗ് ബോസ് പറയുന്നവരെ ഇടണം. അത് ഞാൻ പുലിയല്ല എലിയാണ്, കറക്റ്റായിട്ട് ആര്യന് കിട്ടി. ഞാനൊരു കാലുമാറ്റുകാരൻ സാരിക KP, ഞാനൊരു നിയൽ മാത്രം അപ്പാനി ശരത്, ഞാനൊരു ഗെയിമർ അനീഷ്, എന്നെ വിശ്വസിക്കരുത് അനുമോൾ. സോ ഇതൊക്കെയായിരുന്നു ടൈറ്റിൽസ്. സോ അവർക്ക് അത് എന്താണ്, ബിഗ് ബോസിന്റെ അടുത്തൊരു അനൗൺസ്മെന്റ് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നാണ് ലാലേട്ടൻ അവർക്ക് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന്റെ ഗ്യാപ്പിൽ ആരും ലാലേട്ടനെ നന്നായിട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ലാലേട്ടൻ അത് മനസ്സിലായിട്ടുണ്ട്. ലൈക്ക് കുളിക്കുമ്പോൾ ഇടണോ, ഉറങ്ങുമ്പോൾ ഇടണോ, ലൈക്ക് ഹി വാസ് ലിറ്ററലി മേക്കിംഗ് ഫൺ ഓഫ് ലാലേട്ടൻ. ആര്യൻ അതിൽ നിന്ന് മനസ്സിലാവും ഹി സോ എന്താ പറയാ ഇമ്മച്വേർഡ്. അതായത് പിന്നെ ലാലേട്ടനോട് പോലും റെസ്പെക്ട് ഇല്ലാത്ത ഒരു കോണ്ടസ്റ്റന്റ് ആണ് ആര്യൻ ആക്ച്വലി. ഈ ഒരു ഇന്നത്തെ ദിവസത്തോടെ എനിക്കത് മനസ്സിലായതില്ല. ഹി വാസ് ലിറ്ററലി മേക്കിംഗ് ഫൺ ഓഫ് ലാലേട്ടൻ ബൈ ആസ്കിങ് സോ മെനി സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ എവിക്ഷൻ ടൈമാണ്. ദാറ്റ് എവിക്ഷൻ നടന്നൊരു രീതി നൈസായിരുന്നു. ഒരു കണ്ണാടി കൊടുത്തിട്ട് ഒരു സൈഡിൽ സേവ്ഡ് അല്ലെങ്കിൽ എവിക്റ്റഡ്, പിന്നെ ഇവിടെ ഒരു പേരുണ്ടാവും. ദാറ്റ് വാസ് ഗുഡ്. സോ ഈ വീക്കിൽ രണ്ടാൾക്കാരെ എവിക്റ്റ്, രണ്ടും ശാരികയാണ്. ശാരിക ഗോട്ട് എവിക്റ്റഡ് ബൈ ദിസ് വീക്ക്. ഒന്ന് ശാരിക KB ഗോട്ട് എലിമിനേറ്റഡ്. യെസ്, ശാരിക KBനെക്കാട്ടിയും അവിടെ എലിവിക്റ്റ് ആവേണ്ട രണ്ടാൾക്കാരുണ്ട് ആക്ച്വലി, രേണു സുധി, ശൈത്യ. ഐ ഡോണ്ട് നോ ഹൗ ശൈത്യ ഗോട്ട് ദിസ് മച്ച് വോട്ട്, നോ ഐഡിയ ആക്ച്വലി. രേണു സുധി പിന്നെ ഈ വീക്കിൽ എവിക്ഷൻ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല, സോ ഷീ ഗോട്ട് സേവ്ഡ്. എനിവേ ബോത്ത് ശാരിക ഗോട്ട് എലിമിനേറ്റഡ്. വീട്ടിൽ അംഗങ്ങൾ കുറഞ്ഞു വരുന്നു. നല്ല നല്ല ഗെയിമുകൾ ഇനിയുള്ള വീക്കിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആ ഒരു വീട്ടിൽ ഇപ്പോഴും വീക്കായിട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ് രേണു സുധി ആയിരിക്കും. ടുവേർഡ്സ് എൻഡിൽ ഇനി ഗെയിമിങ് മാറ്റും, പുതിയ ഗെയിം തുടങ്ങും എന്നൊക്കെ അപ്പാനയുടെ വലിയ വലിയ ഡയലോഗുകളൊക്കെ ഉണ്ട്. വിൽ സി ഹൗ ഇറ്റ് ഗോസ് ഇൻ കമ്മിങ് ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് ജിസേൽ ബിന്നി കോൺവെർസേഷൻ അബൌട്ട് ദി ഇമ്മച്യൂരിറ്റി ഓഫ് ആര്യൻ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്താണ്, റീഗൽ ജ്വല്ലേഴ്സിന്റെ ആഡ് ലോഞ്ച് ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് എപ്പിസോഡിൽ. അതിന്റെ ഒരു യൂസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യെസ്, നോർമൽ എന്തായാലും എപ്പിസോഡിൽ അവർ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ഓക്കെ, അവർ ആഡിന്റെ ലോഞ്ച് ഇറ്റ് വാസ് ക്വൈറ്റ് ഡിസ്റ്റർബിങ്. ഈ ഒരു എപ്പിസോഡിൽ എനിക്കത് ഈ ഒരു ബിഗ് ബോസിൽ അത് കണക്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. ആ ഒരു പുതിയൊരു ആ ജ്വല്ലറിയുടെ പുതിയൊരു ഡയമണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ. ആ ടൈമിൽ അനുമോൾ വയലേറ്റഡ് ദ റൂൾ. മറ്റേ ഒരു മൊട്ട സാധനം ഉണ്ടായിരുന്നല്ലോ, അത് തലേന്ന് അയച്ചു വെച്ചിട്ട് പോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ കോണ്ടസ്റ്റൻസിന് ബിഗ് ബോസിനായിട്ട് റെസ്പെക്ട് എന്നുള്ള സാധനം ഇല്ല എന്നാണ് എൻ്റെ ഒരു കരുതൽ. അല്ലെങ്കിൽ അനുമോൾ ഇത്രയും ലാലേട്ടൻ പറഞ്ഞിട്ട് മൂപ്പള മൊട്ട അത് അയച്ചു വെച്ചു ഫോർ നോ റീസൺ ആക്ച്വലി. കുളിക്കല്ല, ഉറങ്ങല്ല, ഒന്നും ചെയ്യാൻ ഒരു മെയിൻ റീസൺ ഇല്ലാണ്ട് ജസ്റ്റ് അയച്ചു വെച്ചു ഫോർ പോസിങ്. സോ നെക്സ്റ്റ് വീക്കിൽ ലാലേട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഐ തിങ്ക് ഹി വിൽ കണക്ട് ബൈ വീഡിയോ കോൺഫറൻസ് ആൻഡ് ഓൾ. വി വിൽ സി. ഇനി വേറൊരു ആങ്കർ വരുന്നുണ്ടോ എന്തോ അറിയില്ല. വി വിൽ സി നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും നല്ല കോണ്ടസ്റ്റൻസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. നല്ലൊരു ടൈറ്റ് ഗെയിം പ്രതീക്ഷിക്കുന്നു. ജിസേൽ ആര്യൻ കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ? അപ്പാനി ശരത്ത് പുതിയ ഗെയിമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ബിന്നി എന്ന ഗെയിമർ എന്ത് കാണിക്കും നെക്സ്റ്റ് വീക്ക്? അനീഷിന്റെ ന്യൂ സ്ട്രാറ്റജീസ് ഫോർ ദ പീപ്പിൾ ആയിട്ടുള്ള ഒനിയൽ, അഭിലാഷ്, ഷാനവാസ് ആൻഡ് വേറെ ആരാണോ, ഇവർ 3-4 പേര് അവരെ എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കാൻ പോകുന്നത്? വി വിൽ സീ വാട്ട് ഇറ്റ് ഗോസ്. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ അത്രമാത്രമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. സോ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.